ഞങ്ങളെയൊക്കെ വരുന്ന സമയത്ത് 82 കാലഘട്ടത്തിലൊക്കെ ഈ ഫ്ലൈറ്റ് ഉണ്ട്. പക്ഷേ ഫ്ലൈറ്റ് ഉണ്ടെന്ന് പറയുന്നത് അന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. നമസ്കാരം. അവർ ടി വി 24/7 ഇന്ന് എന്നോടൊപ്പം ഉള്ളത് യു എയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു അതിഥിയാണ് ഷാഹുൽ ഹമീദ്. ഇദ്ദേഹം ഇല്ലാത്ത സംഘടനകളില്ല എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് അഗാധമായി യു എയിലെ മലയാളികളോടൊപ്പം ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരു ആളാണ്. നമസ്കാരം ഇക്ക. നമസ്കാരം. ഇക്ക, ഈ പ്രവാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാനിവിടെ വന്ന് ആദ്യ നാളുകളിൽ തന്നെ ഇക്കയെ കാണുന്നുണ്ടായിരുന്നു. അപ്പം ഇക്ക ഏത് വർഷമാണ് ഇവിടെ എത്തിയത്? 82 ഏപ്രിൽ 1-ാം തീയതിയാണ് ഞാനിവിടെ വന്നത്. ഇപ്പോൾ സാധാരണ ആൾക്കാർ ഈ ഏപ്രിൽ 1 പറയുന്നത് ഒരു ഏപ്രിൽ ഫുള്ളായിട്ടൊക്കെ കാണാറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ജീവിതത്തിലേക്ക് വളരെയേറെ ഒരു മാറ്റമുണ്ടായ ഒരു സംഭവമാണ്. അതായത് മാർച്ച് 31 വരെ 1982 ഞാനവിടെ ഇലക്ട്രിസിറ്റി ബോർഡിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആയിരുന്നു. അങ്ങനെ മാർച്ച് 31 കണക്കുകളെല്ലാം ഏൽപ്പിച്ച ശേഷം 1 ഏപ്രിലാണ് ഞാനിവിടെ വരുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം അതെൻ്റെ ജീവിതത്തിന് വളരെ വഴിത്തിരിവായി. ഏകദേശം 43 വർഷങ്ങൾ ഞാനിവിടെ ഈ പ്രവാസത്തിലുണ്ട്. എങ്ങനെയായിരുന്നു യാത്ര? ആദ്യത്തെ യാത്ര എന്ന് പറയുമ്പോൾ പൊതുവേ പഴയ കാലത്ത് പിന്നെ ഇതിൽ ഷിപ്പിൽ വന്നൊന്നും അല്ലല്ല, ഞങ്ങളെയൊക്കെ വരുന്ന സമയത്ത് 82 കാലഘട്ടത്തിലൊക്കെ ഈ ഫ്ലൈറ്റ് ഉണ്ട്. പക്ഷേ ഫ്ലൈറ്റ് ഉണ്ടെന്ന് പറയുന്നത് അന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. നമുക്ക് ശരിക്കും ബോംബെയിൽ നിന്നാണ് ഞാൻ ഇവിടെ വന്നത്. പഠിച്ചത് നാട്ടിൽ ഇപ്പം ശരിക്കും കൊല്ലത്തുകാരനാണോ അതോ ട്രിവാൻഡ്രത്തുകാരനാണോ? ഞാൻ ജന്മം കൊണ്ട് ഞാൻ കൊല്ലമാണ്. എൻ്റെ ശരിയായ സ്ഥലം ആദിത്യനെല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് എൻ്റെ സ്ഥലം. അപ്പോൾ ഞാൻ ശരിക്കും അവിടെ കൊല്ലം എസ് എൻ കോളേജിൽ നിന്നായിരുന്നു ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് അവിടെ 69-73 കാലഘട്ടങ്ങളിൽ കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് ബിരുദം എടുത്തതിന് ശേഷം ഞാൻ അവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഒരു 4 വർഷം ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാനിവിടെ പ്രവാസിയാകുന്നത്. ഇവിടെ വന്നതിന് ശേഷം ആദ്യമായി ചെയ്ത ഒരു ജോബ് എന്തായിരുന്നു? എവിടെയായിരുന്നു? അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ ശരിക്കും അന്നൊരു വിസിറ്റ് വിസയിലായിരുന്നു വന്നിരുന്നത്. എൻ്റെ അങ്കിളാണെന്നുണ്ടെങ്കിൽ ദുബായ് മുനിസിപ്പാലിറ്റിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ആസ്കോൺ എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് നല്ല ബന്ധമായിരുന്നു. അങ്ങനെ ഒരു വിസിറ്റ് വിസയിലായിരുന്നു ഞാനിവിടെ വന്നത്. അപ്പോൾ അന്ന് 3 മാസമായിരുന്നു വിസിറ്റ് വിസ കാലാവധി. അപ്പോൾ ആ കാലാവധി കഴിഞ്ഞ ഉടൻ തന്നെ എനിക്കൊരു കമ്പനിയിൽ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിട്ട് തന്നെ എനിക്കത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ജോലി കിട്ടി. അങ്ങനെ 1982 മുതൽ ഞാൻ അത് നടക്കുകയും 1994 സ്വന്തമായിട്ട് ഞാൻ ഒരു ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ കോൺട്രാക്റ്റിംഗ് കമ്പനി ആരംഭിച്ചു. അപ്പം ഈ നമ്മുടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങി. ആ ഒരു യാത്രയിൽ എന്താണ് നമ്മൾ ഒരിടത്ത് ജോലി ചെയ്യുന്നത്, നമ്മളൊരു സ്ഥാപനത്തിലേക്ക് സ്വന്തമായി തുടങ്ങുന്നതിലും എന്താണ് ഒരു അത് ഞാനത് നേരത്തെ പറഞ്ഞു. ഞാൻ 82 മുതൽ 94 വരെ ഞാൻ ഇത് കമ്പനികളിലെ ഇത് ജൂനിയർ എഞ്ചിനീയറായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പ്രോജക്റ്റ് എഞ്ചിനീയർ, പ്രോജക്റ്റ് മാനേജർ, അങ്ങനെ ചീഫ് എഞ്ചിനീയർ വരെയുള്ള പദവിയിലെത്തിയതിന് ശേഷമാണ് ഞാൻ 1994 ഒരു താനി ടെക്നിക്കൽ ഇലക്ട്രിക്കൽ കോൺട്രാക്റ്റിംഗ് കമ്പനി LLC ആരംഭിക്കുന്നത്. അതിപ്പോഴും അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ പല 5 സ്റ്റാർ ഹോട്ടലുകളും ഹൈ സ്റ്റാർ ബിൽഡിങ്ങിൻ്റെ ഇലക്ട്രിക്കൽ, പ്ലംബിങ്, ഫയർ അലാം, ഫയർ ഫൈറ്റിംഗ് അങ്ങനെയുള്ള എല്ലാ ജോലികളും ചെയ്യാറുണ്ട്. ഇപ്പോഴും ഞാൻ കർമ്മനിരതനാണ്. ഇപ്പം ഞാൻ 73 വയസ്സായെങ്കിൽ തന്നെയും ഇന്നും ഞാൻ സൈറ്റിൽ പോയി ഇട്ടൊക്കെ വരികയാണ്. കാരണം ഞാൻ തന്നെ നേരിട്ട് സൈറ്റിൽ പോവുകയും ആൾക്കാരുമായിട്ട് മീറ്റ് ചെയ്യുകയും കൺസൾട്ടൻറ്റിനെയും ക്ലയൻറ്റിനെയും എല്ലാം ഞാനത് അബുദാബിയിൽ തന്നെ ഡിഫൻസിൻ്റെ വർക്കുകൾ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിനെല്ലാം സ്വന്തമായിട്ട് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തിട്ട് പോയി വരാറുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. ഇങ്ങനെ നമ്മളിപ്പോൾ പ്രവാസിയാകുക വരുമ്പോഴും ഒറ്റപ്പെട്ടൊരു ലൈഫാണ്. പിന്നെ കുറച്ച് ആൾക്കാരുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ സംഘടനാപരമായി ആൾക്കാരെ ഒത്തുചേർക്കണമെന്നും അല്ലെങ്കിൽ ഒരു പ്രവാസി അസോസിയേഷനുമായിട്ട് ഭാഗമാകണമെന്നും അങ്ങനെയൊക്കെ ഉള്ളൊരു തോട്ട്സ് വന്നത് 1987 ഞങ്ങളുടെ ആദ്യമായിട്ട് ഈ കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ ഞങ്ങളൊരു 21 ആൾക്കാർ കൂടിയിട്ടാണ് ഞങ്ങളെ ഒരു കൂട്ടായ്മ. അന്ന് കേരളത്തിലെ UAE തന്നെ ആദ്യത്തെ
ഒരു കോളേജ് അലുമിനിയാണ് TK എഞ്ചിനീയറിംഗ് കോളേജ് 87. അന്ന് ഇവിടെ വേറെ ഒരു കോളേജ് അലുമിനികളില്ല. അങ്ങനെ ഞങ്ങൾ 21 പേര് കൂടി ഒരു സംഘടന ആരംഭിച്ച് ഇന്ന് 1200 കൂടുതൽ മെമ്പേഴ്സ് TK എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ആൾക്കാരുണ്ട് ഇവിടെ. അതൊരു വലിയൊരു കാര്യമാണ്. അത് 87 മുതൽ ഇത്രയും കാലം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ആ ഒരു ബെൽറ്റിനെ കൊണ്ടുവന്നു. അതെ. ഓക്കെ. അപ്പം TKMന്റെ അസോസിയേഷനിലുമായിട്ട് ഒരു സംഘടനാ പ്രവർത്തനം തുടങ്ങി. അവിടെ നിന്ന് പൊതു സ്വീകാര്യനായ ഒരുപാട് സംഘടന, ഇപ്പം ഇതിൻ്റെയൊക്കെ ഗ്ലോബൽ ചെയർമാനാണ്, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ആണ്, പിന്നെ പ്രസിഡന്റ് ആണ്, അങ്ങനെ നിരവധി സംഘടനകളിലുണ്ട്. അക്കാഫിന്റെ ചെയർമാനാണ് അല്ലേ? അപ്പം ഈ അക്കാഫിന്റെ ചെയർമാനിലേക്ക് വരുമ്പോൾ അക്കാഫിന്റെ ചെയർമാനിലേക്ക് വരുമെന്ന് വെച്ചാൽ ഇവിടെ 1995 ആദ്യമായിട്ട് ഓണവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ കോളേജ് അലൂമിനികൾ തമ്മിൽ ഒരു സംഘടന ഉണ്ടാക്കുന്നു. 95 അന്നത്തെ ഒരു CMS കോളേജാണ് തുടങ്ങി. 96 അത് ഫാത്തിമ മാത കോളേജ് തുടങ്ങി. 97 TK എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു ഓണം നടത്തി. 98 പിന്നെ ആണ് ഒരു കോളേജുകളുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഘടന ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് 27 വർഷങ്ങൾക്ക് മുമ്പ് 1998 അതും ഞങ്ങളെ TK എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ അദ്ദേഹം നടരാജൻ, അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെതിൽ 1998 ആദ്യമായിട്ട് ഇവിടെ ഒരു കോളേജ് അലുമിനികളുടെ ഒരു സംഘടന ഉണ്ടാക്കുന്നത്. അത് ഓണവുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ആ സംഘടന ആരംഭിക്കുന്നത്. ഇന്ന് അത് 27 വർഷങ്ങളായി. അതുപോലെ തന്നെ അത് ഏറ്റവും, എനിക്ക് തോന്നുന്നു UAE തന്നെ ഏറ്റവും വലിയ ഓണാഘോഷം സംഘടിപ്പിക്കുന്ന സംഘടനയാണത്. തീർച്ചയായിട്ടും എല്ലാ തരം ആൾക്കാരെ, ഇപ്പോൾ എല്ലാ കോളേജുകളുടെയും അപെക്സ് ബോഡിയാണ്. അതൊരു എന്താണ്, എനിക്ക് തോന്നുന്നു ഒരു 10,000-20,000 അതല്ലെങ്കിൽ അതിൽ കൂടുതലോ ആൾക്കാർ. തീർച്ചയായിട്ടും. അതായത് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള ഏകദേശം 10,200 കോളേജുകളുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥികളുടെ കേരള കോളേജ് ഓഫ് അലുമിനി ഫാറം, അതിൻ്റെ ഒരു സംഘടനയാണ് UAE ഒരു സംഘടനയാണ് അക്കാഫ് എന്ന് പറഞ്ഞ സംഘടന. അപ്പോൾ അതിൻ്റെ ഞാനായിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രഷററായിരുന്നു, അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, അതിൻ്റെ പ്രസിഡൻ്റായി. കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഞാൻ അതിൻ്റെ ചെയർമാനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഈ ഓരോ കാലഘട്ടത്തിലും ഓരോ സംഘടനയുടെയും ഭാഗമാകുമ്പോൾ ഷാഹുലൊക്കെ ഒരുപാട് സപ്പോർട്ടാണ് പൊതുജനത്തിൽ, മീൻസ് ഇക്കെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യുന്നത്. ഇതിന് എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്? സമയം കണ്ടെത്തുന്നത് എൻ്റെ ജോലി സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ വളരെ സ്ട്രിക്റ്റാണ്. ആ സമയത്തൊന്നും ഞാൻ പോവുകയില്ല. അതിന് ശേഷം കിട്ടുന്ന ഈ സമയങ്ങളിലാണ് ഞാൻ ആണെന്നുണ്ടെങ്കിൽ, ഇത് ജന്മം കൊണ്ട് ഞാൻ കൊല്ലമാണ്. അങ്ങനെ കൊല്ലം ജില്ലാ പ്രവാസി സംഘടന ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അതിൻ്റെ പിന്നെ അഡ്വൈസറി ബോർഡ് ചെയർമാനും അതിൻ്റെ രക്ഷാധികാരിയാണ്. പിന്നെ കഴിഞ്ഞ 46 വർഷമായിട്ട് ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്, കുമാരപുരത്താണ്. അങ്ങനെ ഞാൻ തിരുവനന്തപുരം ജില്ലാ സംഘടനയുടെ ടെക്സാസ് അതിൻ്റെയും രക്ഷാധികാരിയാണ് ഇപ്പോൾ. അപ്പം ശരിക്കും പറഞ്ഞാൽ 2 ഡിസ്ട്രിക്റ്റിലും ഐക്യയുടെ ഒരു പ്രാതിനിധ്യം കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അല്ലേ? അതെ. പിന്നെ ഇവിടെ ഇപ്പോൾ ഓരോ സമയത്തും ഓരോ ആഘോഷങ്ങൾ വരുമ്പോഴും നമ്മൾ നമ്മുടേതായ ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് സമൂഹത്തിലുണ്ടാവും. അപ്പോൾ ഈ ഓണത്തിന് എന്തൊക്കെയാണ് ഇക്കയുടെ പ്ലാൻ? ഈ ഓണത്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ 27ാമത്തെ ഓണാഘോഷമാണ് നടത്തുന്നത്. ഈ വർഷം ഞങ്ങൾ വ്യത്യസ്തമായിട്ട്, അതായത് കോളേജ് ക്യാമ്പസിൻ്റെ ഒരു പ്രതീതി ഉണ്ടാക്കത്ത രീതിയിൽ അതിനുവേണ്ടി ഞങ്ങൾ ഇത്തിസലാത്ത് അക്കാഡമിയിൽ വളരെ വലിയ ഒരു ഗ്രൗണ്ട് ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. കോളേജ് ക്യാമ്പസുകളിൽ നമ്മുടെ അന്നത്തെ ഇലക്ഷനും കാര്യങ്ങളും നമ്മുടെ കോളേജുകളിലെ അതിലൊരു കോളേജ് ക്യാമ്പസിൻ്റെ ഒരു റിക്രിയേഷൻ അത് ഞങ്ങളത് കൊണ്ടുവരികയാണ്. അവിടുത്തെ ഇപ്പോൾ ഓരോ ഇലക്ഷൻ്റെ കാര്യങ്ങളും അതുപോലെ ക്യാമ്പസിൻ്റെ ജീവിതവും അവിടുത്തെ ഇങ്ങനെയുള്ള ഓരോ കോളേജുകളുടെ കവാടങ്ങളെ അങ്ങനെയുള്ള ഒരു ക്യാമ്പസ് ഓണം ആണ് ഇത്തവണ ഞങ്ങൾ നടത്തുന്നത് ഇത്തിസലാത്ത് അക്കാഡമിയിൽ വെച്ച്. അതൊരു വലിയൊരു വ്യത്യസ്തമായ ഒരു ഓണാഘോഷമായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. മറ്റ് ഓണാഘോഷങ്ങളെ ഇവിടെ തന്നെ പല സംഘടനകളുണ്ട്. ഇപ്പം ഒരു ഓണം സെപ്റ്റംബർ തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം നവംബർ അവസാനം വരെ ഇങ്ങനെ അതുവരെ ഇവിടെ ഓണാഘോഷങ്ങളുണ്ട്. പക്ഷെ അതിനെല്ലാം വ്യത്യസ്തമായിട്ട് കോളേജ് അലൂമിനികളുടെ ഇതാവുമ്പോൾ അതിൻ്റെ ഒരു ക്യാമ്പസ് ക്രിയേഷൻ നടത്തിക്കൊണ്ട് മറ്റ് സംഘടനകളിൽ വ്യത്യസ്തമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പഠിച്ച ആ കാലഘട്ടത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്. തീർച്ചയായിട്ടും അത് നവംബർ 9 ഇത്തിസലാത്ത് അക്കാഡമി വെച്ചിട്ടാണ്.
നവംബർ 9. അപ്പം ഈ നമ്മുടെ പ്രായം എത്രയായിരുന്നാലും വളരെ ചെറുപ്പക്കാരനായി മാറുന്നു. കോളേജിന്റെ ഓർമ്മകളായിട്ട് ആ പഴയ ക്യാമ്പസ് കാലത്തേക്ക് ഓണത്തെ എത്തിക്കും. തീർച്ചയായിട്ടും അല്ലേ? അതെ. അപ്പം ഈ ആശയം ശരിക്കും ആരുടേതാണ്? ഈ ആശയം കൊണ്ടുവന്ന് വരുന്നത് ഞങ്ങളുടെ തന്നെ ഒരു ജനറൽ സെക്രട്ടറി VS വിജയകുമാർ എന്ന് പറയുന്ന MG കോളേജിൻ്റെ, നമ്മുടെ മോഹൻലാലിൻ്റെയൊക്കെ കോളേജിലാണ്. അദ്ദേഹം വളരെ ഒരു ഇങ്ങനെയുള്ള ആശയങ്ങൾ കൊണ്ടുവരുന്നതിന് വളരെ മിടുക്കനായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഇതിൽ നിന്നാണ്, ഈ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും കൂടെ ഒരു ഇതിൽ വെച്ചാണ് ക്യാമ്പസ് ഒരു ഓണം എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയിരിക്കുന്നത്. This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuman.